ചങ്ങായിമാരെ, ഇന്നലെ കുമ്പള ടോൾ പ്ലാസയിലുണ്ടായ സംഭവം എന്നെ വല്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ടൊരു ഭയപ്പെടുത്തി. കാരണം എന്ന് വെച്ചാൽ കുമ്പള പോലീസ് പിന്നെ ഒരു കാറുകാരനെ വല്ലാതെ ഒരു ഭയാനകമായ രീതിയിൽ പിന്നെ എന്താ പറയണ്ടേ അക്രമ സ്വഭാവത്തോടെ പെരുമാറുന്ന ഒരു കാഴ്ച. അപ്പോൾ എന്ന് വെച്ചാൽ ആ കാറിൽ ഒരു ചെറിയ കുട്ടിയും പിന്നെ ഫാമിലീസൊക്കെ ഉള്ളതാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ അകത്ത് കുട്ടിയുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് കാവലായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു കാര്യത്തിന് പിന്നെ ഭയങ്കരമായിട്ട് പ്രകോപനം പിന്നെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അതും ഒരുപാട് പോലീസുകാരാണ് സംഘം ചേർന്നിട്ടാണ് അയാളെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ വന്നത്. എന്താ പ്രശ്നം എന്നൊന്നും അറിയില്ല. പക്ഷേ എന്ന് വെച്ചാൽ പിന്നെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അയാളെ പുറത്തിറക്കിയിട്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് വരാൻ പറയും. ഇത് എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കേരളത്തിന് പുറത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇതേപോലെയുള്ള പോലീസുകാർ അക്രമികളാകുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇവിടെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാറും ഇതൊക്കെ. എന്നാലും ഇവർ കൂടെ റീലും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നമ്മളെ കാവലുണ്ട്, നമ്മളെ തുണയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. പക്ഷേ എന്താണ് കാവൽ? ഇതാണോ കാവൽ? ആ ഒരു ചെറിയ ആ കാറിൻ്റെ ഉള്ളിൽ ആ കുട്ടിയുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ കുട്ടി അതൊക്കെ കണ്ടിട്ട് ജീവിതകാലം മുഴുവൻ ആ ഒരു പ്രശ്നത്തെ പേടിച്ചിട്ട് ട്രോമയിലാവാനും ചാൻസ് കൂടുതലാണ്. ആ കുട്ടി അത്രയും പേടിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിലുള്ളവരെല്ലാം പേടിച്ചിട്ടുണ്ടാവും. കാരണം കാക്കിയിട്ടവരെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വറ വരും. അത് വെച്ചാൽ പോലീസുകാരെ എന്തായാലും എല്ലാവർക്കും പേടിയാണ്. കാരണം വെച്ചാൽ അവർക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമെല്ലാം ഉണ്ട്. പക്ഷേ നമ്മളെ സാധാരണക്കാർക്ക് അതില്ല. മനസ്സിലായല്ലോ? അപ്പോൾ എന്ന് വെച്ചാൽ ഇത് വളരെ എന്താ പറയുക ഭയാനകമായിട്ട് അത്രയും പിന്നെ എന്താ പറയണ്ടേ നമ്മൾ അത്രയും പേടിച്ചു പോയി. ഞാൻ തന്നെ അത് കണ്ടിട്ട് തന്നെ പേടിച്ചു പോയി. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് മാറി നിർത്തി ചോദ്യം ചെയ്യണം. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ കുട്ടികൾക്ക് ഭയപ്പെടുത്തുന്ന രീതിയിൽ അവർക്കും കുട്ടികളില്ലേ, അവരും പിന്നെ കുടുംബമായിട്ടൊക്കെ നിൽക്കുന്നതല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ പോലീസ് എന്ന് പറഞ്ഞിട്ട് എന്ത് നെറികേടും കാണിച്ചു കൂട്ടാന്നുള്ള വെച്ചാൽ കുട്ടികളുടെ കാര്യവും ഒക്കെ നോക്കണം. കാരണം വെച്ചാൽ അവർക്ക് ജീവിതകാലം മുഴുവനുള്ള ഒരു ഭയപ്പാട് വരെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾ തന്നെ ആ വീഡിയോ കണ്ടാലും മനസ്സിലാവും അത്രയും എന്താ പറയണ്ടേ ഇങ്ങനെ പെരുമാറുന്നവരാ. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള പോലീസുകാരൊക്കെ ഉണ്ട്. ജനമൈത്രി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും പഴയ കാലത്തുള്ള പോലീസുകാരെ പോലെ തന്നെ ഇപ്പോഴും പെരുമാറുന്നുണ്ട്. പല സ്റ്റേഷനുകളിലും അതേപോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ന്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ CCTV കള്ളം പറയില്ല. CCTVയിൽ മനസ്സിലാവും ആരുടെ ഭാഗത്താണ് തെറ്റ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒന്നും ഒളിച്ച് കളിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് വളരെ മോശം അവസ്ഥയാണ്. ഇവർ എപ്പോഴും കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചെയ്തു വെക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് നിങ്ങളോടുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. അതാദ്യം മനസ്സിലാക്കണം. നമുക്കൊരു വിശ്വാസമുണ്ട്, നിങ്ങൾ ഏത് സമയം വിളിച്ചാലും കൂടെ വരും, ഏതൊരു പ്രശ്നത്തിനും കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഇവിടെ എല്ലാവർക്കും നഷ്ടപ്പെടുന്നത്.